മഹാപരിശുദ്ധനായ ദൈവത്തിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരിക്കൽ കൂടി ദൈവവചനവുമായിട്ട് നിങ്ങളുടെ അടുക്കൽ എത്തുവാനായിട്ട്, നിങ്ങളുടെ അടുക്കൽ വരുവാനായിട്ട് മഹാകാരുണ്യവാനായ ദൈവം തന്ന അവസരത്തിനായിട്ട് ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുകയാണ്. എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ നിങ്ങൾക്ക് കൈമാറുവാനായിട്ട് ദൈവം തന്ന ചില വാഗ്ദത്തങ്ങൾ ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രാർത്ഥനയോടെ ആയിരിക്കുക, ദൈവത്തെ വിശ്വസിക്കുക, ദൈവകൃപയിലായിരിക്കുക. ഏവർക്കും ഒരിക്കൽ കൂടി ഈ പ്രോഗ്രാമിലേക്ക് ദൈവനാമത്തിൽ സ്വാഗതം ആശംസിക്കുന്നു. സങ്കീർത്തനങ്ങൾ 23 അതിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ പറയുന്നു: എൻ്റെ ശത്രുക്കൾ കാണുകെ നീ എനിക്ക് വിരുന്ന് ഒരുക്കുന്നു, എൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു, എൻ്റെ പാനപാത്രം നിറഞ്ഞ് കവിയുന്നു. പ്രിയ ദൈവജനമേ, നിങ്ങൾക്ക് വേണ്ടി എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ പ്രാർത്ഥിച്ചപ്പോൾ ദൈവ മക്കൾക്ക് ദൈവം നൽകുവാനായിട്ട്, കൈമാറുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്ന വാഗ്ദത്തങ്ങളാണ്. 3 വാഗ്ദത്തങ്ങളാണ് ദൈവം കൈമാറുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. എൻ്റെ ശത്രുക്കൾ കാണുകെ നീ എനിക്ക് വിരുന്ന് ഒരുക്കുന്നു, എൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു, എൻ്റെ പാനപാത്രം നിറഞ്ഞ് കവിയുന്നു. കഴിഞ്ഞ നാളുകളിൽ ശത്രു നിന്നെ പന്ത് തട്ടുന്നത് പോലെ തട്ടുന്ന അനുഭവത്തിൽ നീ ആയിരുന്നുവെങ്കിൽ, നിന്റെ കുടുംബത്തിനകത്ത് സമാധാനവും പ്രത്യാശയുമില്ലാതെ, നിന്റെ തലമുറയുടെ കാര്യത്തിൽ ഇത് എന്തായി തീരും എന്ന ആശങ്കയിൽ നീ വന്നുപെട്ടുവെങ്കിൽ, ദൈവത്തിൻ്റെ വചനം, ദൈവത്തിൻ്റെ വാഗ്ദത്തം ഇന്ന് നിങ്ങൾക്ക് കൈമാറുകയാണ്. നിന്റെ ശത്രു കാണുകെ ദൈവം നിനക്ക് ഒരു വിരുന്ന് ഒരുക്കാൻ പോവുകയാണ്. നിനക്ക് വിരുന്നൊരുക്കുന്നത് ദൈവമായതുകൊണ്ട് തന്നെ ആ വിരുന്നിനെ തടയുവാനായിട്ട് ഒരു ശത്രുവിനും സാധ്യമല്ല. കഴിഞ്ഞ നാളുകളിൽ നിന്റെ ജോലി മണ്ഡലത്തിൽ നീ ഒരു പരാജയമായിരുന്നുവെങ്കിൽ, കുടുംബത്തിനകത്ത് സ്വസ്ഥതയില്ലാതെ നീ വലഞ്ഞുവെങ്കിൽ, നീ ആയിരിക്കുന്ന സകല മണ്ഡലത്തിലും നീ ഒരു പരാജയമായിരുന്നുവെന്ന് നിനക്ക് തോന്നിയെങ്കിൽ, ശത്രു നിന്റെ ജീവിതത്തിൽ കൊണ്ടുവന്ന ഈ അനുഭവങ്ങൾക്ക് ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ടുകൊണ്ട് ശത്രു കാണുകെ നിന്റെ ജീവിതത്തിൽ ദൈവം ഒരു വിരുന്ന് ഒരുക്കാൻ പോവുകയാണ്. ദൈവം ഒരു വിരുന്ന് നിന്റെ ജീവിതത്തിൽ ഒരുക്കി കഴിഞ്ഞാൽ അതിനെ തടയുവാനായിട്ട് ഒരു ശത്രുവിനും സാധ്യമല്ല. മറിച്ച് അത് നിന്റെ ജീവിതത്തിൽ ഒരു മഹാ അനുഗ്രഹത്തിലേക്ക് മാറുന്ന നാളുകൾ ആയിരിക്കുകയാണ്. നിന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടാൻ പോവുകയാണ്. ജോലി മണ്ഡലത്തിൽ നീ അനുഗ്രഹമായി മാറുവാൻ പോവുകയാണ്. നിന്റെ അതിരുകൾ വിശാലമാകാൻ പോവുകയാണ്. 1 ദിനവൃത്താന്തം 4-ാം അധ്യായത്തിൽ 9-10 വാക്യങ്ങളിൽ നമുക്ക് യബ്ബേസ് എന്ന് പറയുന്ന ഒരു മനുഷ്യനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. 2 വാക്യങ്ങൾക്കകത്ത് യബ്ബേസിന്റെ ജീവിതം ദൈവം ഒതുക്കി വെച്ചിരിക്കുകയാണ്. എന്നാൽ ഈ 2 വാക്യങ്ങൾക്കകത്ത് യബ്ബേസിന്റെ മുന്നിൽ ദൈവം ഒരുക്കിയ ആ വിശാലമായ വിരുന്ന്, ശത്രു കാണുകെ ദൈവം ഒരുക്കിയ ആ വിരുന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. 9-ാമത്തെ വാക്യത്തിൽ ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയുന്നു: യബ്ബേസ് തൻ്റെ സഹോദരന്മാരെക്കാൾ ഏറ്റവും മാന്യനായിരുന്നു. എന്നാൽ യബ്ബേസിന്റെ തുടക്കം അങ്ങനെയായിരുന്നില്ല. അത് പിന്നത്തെ അനുഭവമായിരുന്നു. ദൈവം വിരുന്ന് ഒരുക്കിയതിന് ശേഷമുള്ള അനുഭവമായിരുന്നു യബ്ബേസ് തൻ്റെ സഹോദരന്മാരെക്കാൾ മാന്യനായി തീർന്നത്. എന്നാൽ യബ്ബേസിന്റെ തുടക്കം എന്ന് പറയുന്നത്, അവൻ്റെ അമ്മ ഞാൻ അവനെ വ്യസനത്തോടെ പ്രസവിച്ചു എന്ന് പറഞ്ഞ് അവന് യബ്ബേസ് എന്ന് പേരിട്ടു. എന്ന് പറഞ്ഞാൽ അവൻ ജനിച്ച സമയത്ത്, പ്രസവിച്ച് വീണ സമയത്ത് അവനെ പെറ്റ അമ്മ അവനെ നോക്കിക്കൊണ്ട് ഇവനൊരു വ്യസനപുത്രനാണ്, എൻ്റെ കുടുംബത്തിനകത്ത്, എൻ്റെ ജീവിതത്തിനകത്ത് വ്യസനം കൊണ്ടുവന്നവനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവന് യബ്ബേസ് എന്ന് പേരിട്ടു. അവൻ്റെ അപ്പൻ അവനെ യബ്ബേസ് എന്ന് വിളിച്ചു. അവൻ്റെ സഹോദരന്മാർ അവനെ വ്യസനപുത്രൻ അഥവാ യബ്ബേസ് എന്ന് വിളിച്ചു. സകലരും അവനെ നിന്ദിച്ചപ്പോൾ, അവൻ്റെ ഹൃദയം വിങ്ങിയപ്പോൾ അവൻ ഇസ്രയേലിൻ്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. തുടർന്ന് ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയുന്നു: യബ്ബേസ് ഇസ്രയേലിന്റെ ദൈവത്തോട്, നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിച്ച് എൻ്റെ അതിര് വിസ്താരമാക്കുകയും നിന്റെ കൈ എന്നോട് കൂടെ ഇരുന്ന് അനർത്ഥം എനിക്ക് വ്യസന കാരണമായി തീരാത്തവണ്ണം എന്നെ കാക്കുകയും ചെയ്താൽ കൊള്ളാമായിരുന്നു. തൻ്റെ ആ വ്യസനകാലത്ത്, താൻ ഒറ്റപ്പെട്ട ആ സമയത്ത്,
താൻ നിന്ദിതനായ സമയത്ത്, ലജ്ജ കൊണ്ട് തൻ്റെ തല താന്ന സമയത്ത് അവൻ ഇസ്രയേലിൻ്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. പ്രിയ ദൈവ പൈതലേ, നിന്റെ വേദനയുടെ അനുഭവത്തിൽ, നിനക്ക് ഉയരുവാൻ സാധിക്കാത്ത നിന്റെ തകർച്ചയുടെ അനുഭവത്തിൽ ഈ ദൈവത്തോട് നീ പ്രാർത്ഥിക്കാമെങ്കിൽ അവൻ്റെ കരം നിന്നോട് കൂടെയിരുന്ന, അവൻ്റെ കരം നിന്നോട് കൂടെയിരുന്ന നിന്റെ അതിരുകളെ അവൻ വിശാലമാക്കുക തന്നെ ചെയ്യും. കഴിഞ്ഞ നാളുകളിൽ ശത്രു നിന്നെ ഒതുക്കി വെച്ചിരുന്നു എങ്കിൽ ഒരു നിശ്ചിത ബൗണ്ടറിക്കകത്ത്, അതിന് പുറത്തേക്ക് പോകുവാൻ നിന്നെ അനുവദിക്കാതെ, ഉയരുവാൻ നിന്നെ അനുവദിക്കാതെ, കുടുംബത്തിനകത്ത് ജോലി മണ്ഡലത്തിൽ ഉയർച്ചയുണ്ടാകാൻ അനുവദിക്കാതെ ശത്രു നിന്നെ ഒതുക്കി വെച്ചെങ്കിൽ ദൈവം ശത്രു കാണെ ശത്രുവിനെ ഒതുക്കിക്കൊണ്ട് നിനക്ക് ഒരു വിരുന്ന് ഒരുക്കുന്ന സമയം സമാഗതമായിരിക്കുകയാണ്. 89 സങ്കീർത്തനത്തിനകത്ത് അതിൻ്റെ 20 വാക്യത്തിൽ നമുക്കിങ്ങനെ കാണുവാനായിട്ട് സാധിക്കും. ഞാൻ എൻ്റെ ദാസനായ ദാവീദിനെ കണ്ടെത്തി. അതെ, ദൈവം നിങ്ങളെ കണ്ടെത്തി, ദൈവം നിങ്ങളെ തെരഞ്ഞെടുത്തു, ദൈവം നിങ്ങളെ തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് ദൈവത്തിൻ്റെ മകൻ എന്ന പദവിയിൽ നിന്നെ ഇരുത്തിയത് കൊണ്ട് നിന്റെ അതിരുകളെ വിശാലമാക്കുവാൻ എൻ്റെ ദൈവം വിശ്വസ്തനാണ്. 2 മക്കൾ പിതാവിൻ്റെ ഒരു ഭവനത്തിലുണ്ടായിരുന്നു. അതിൽ ഇളയവൻ പിതാവിൻ്റെ ഭവനം വിട്ട്, അവനുള്ളത് സ്വരുക്കൂട്ടി ഭവനം വിട്ട് മറ്റൊരു ദേശത്തേക്ക് പോയി. തനിക്ക് തോന്നിയതുപോലെ അവൻ ജീവിച്ചു. തൻ്റെ കയ്യിലുള്ള സമ്പത്ത് സകലതും നഷ്ടപ്പെട്ടപ്പോൾ അവന് സുബോധം വന്നു. സുബോധം വന്ന ആ ധൂർത്തനായ മകൻ പിതാവിൻ്റെ ഭവനത്തിലേക്ക് മടങ്ങി വന്നപ്പോൾ പിതാവ് അവനു വേണ്ടി ഒരു വിരുന്നൊരുക്കി. അതെ, നീ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് മടങ്ങി വന്ന ദൈവത്തിൻ്റെ മകനായതുകൊണ്ട് ദൈവം നിനക്ക് വേണ്ടി തന്നെ ഒരു വിരുന്നൊരുക്കുവാൻ പോവുകയാണ്. ആ വിരുന്നു കണ്ട് നിന്റെ ശത്രു പോലും ലജ്ജിച്ചു പോകുന്ന നാളുകൾ സമാഗതമായിരിക്കുകയാണ്. ഈ കഴിഞ്ഞ നാളുകളിൽ നീ ലജ്ജിതനായിരുന്നുവെങ്കിൽ, കഴിഞ്ഞ നാളുകളിൽ നീ അപമാനിതനായിരുന്നുവെങ്കിൽ, ഇതാ വരുന്നുണ്ട് ഒരു പുതിയ തുടക്കം, വരുന്നുണ്ട് ഒരു പുതിയ നാള്. ദൈവം നിനക്ക് വേണ്ടി വിശാലമായ ഒരു വിരുന്നൊരുക്കുന്ന നാള്. തുടർന്ന് ദൈവം നിങ്ങൾക്ക് തരുന്ന 2ാമത്തെ വാഗ്ദത്തം 23 സങ്കീർത്തനം അതിൻ്റെ 5ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: എൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. മകൻ എന്ന പൊസിഷനിൽ ഇരുത്തിക്കൊണ്ട് നിനക്ക് വിശാലമായ ഒരു വിരുന്നൊരുക്കുക മാത്രമല്ല, നിന്റെ തലയെ ദൈവം എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യാൻ പോവുകയാണ്. അഭിഷേകത്തിനകത്ത് അധികാരമുണ്ട്, അഭിഷേകത്തിനകത്ത് ശക്തിയുണ്ട്. കഴിഞ്ഞ നാളുകളിൽ ശത്രു നിന്നെ പന്തു തട്ടുന്നത് പോലെ തട്ടിയെങ്കിൽ ഇനി നീ അവനെ തട്ടാൻ പോവുകയാണ്. കഴിഞ്ഞ നാളുകളിൽ അവൻ നിന്നെ ഒതുക്കിയെങ്കിൽ ഇനി നീ അവനെ ഒതുക്കാൻ പോവുകയാണ്. നിന്റെ ദേശത്ത്, നിന്റെ കുടുംബത്തിനകത്ത്, നീ ആയിരിക്കുന്ന സകല മണ്ഡലങ്ങളിലും നിനക്ക് വിരോധമായി കഴിഞ്ഞ നാളുകളിൽ എഴുന്നേറ്റ ശത്രുവിനെ ദൈവം ചെയ്തിരിക്കുന്ന അഭിഷേകത്തിന്റെ ശക്തിയാൽ, അഭിഷേകത്തിന്റെ അധികാരത്തിന്റെ ശക്തിയാൽ നീ അവനെ ഒതുക്കുന്ന നാളുകൾ നിന്റെ മുന്നിൽ ആയിരിക്കുകയാണ്. നീ വിശ്വസിക്കുക, ബലം പ്രാപിക്കുക, എഴുന്നേറ്റ് പ്രകാശിക്കുക. 3ാമതായി ദൈവം തരുന്ന വാഗ്ദത്തം: എൻ്റെ പാനപാത്രം നിറഞ്ഞ് കവിയുന്നു. കഴിഞ്ഞ നാളുകളിൽ നീ ഒരു ഒഴിഞ്ഞ പാനപാത്രമായിരുന്നുവെങ്കിൽ, ഒഴിഞ്ഞ പാത്രമായിരുന്നുവെങ്കിൽ, ഇതാ ദൈവത്തിന് കൃപ തോന്നി ദൈവം നിന്നെ നിറക്കാൻ പോവുകയാണ്. നിറക്കുക മാത്രമല്ല, ആ പാനപാത്രം നിന്നിൽ നിന്ന് കവിഞ്ഞൊഴുകുവാൻ പോവുകയാണ്. കവിഞ്ഞൊഴുകി അനേകർക്ക് ഒരു അനുഗ്രഹമാകാൻ പോവുകയാണ്. നിന്റെ കുടുംബത്തിന് നീ ഒരു അനുഗ്രഹമാകാൻ പോവുകയാണ്. നിന്റെ ചർച്ചക്കാർക്ക് നീ ഒരു അനുഗ്രഹമാകാൻ പോവുകയാണ്. നിന്റെ സഭയ്ക്ക്, നിന്റെ ദേശത്തിന്, നീ ആയിരിക്കുന്ന സകല മണ്ഡലത്തിലും നീ അവർക്ക് ഒരു അനുഗ്രഹമാകാൻ പോവുകയാണ്. കാരണം ദൈവം നിന്നെ തെരഞ്ഞെടുത്തു, ദൈവം നിന്നെ പേർ ചൊല്ലി വിളിച്ചു. അമ്മയുടെ ഉദരത്തിൽ നീ ഉരുവാകുന്നതിന് മുന്നേ, ഭൂമിക്ക് അടിസ്ഥാനം ഇടുന്നതിന് മുന്നമേ അവൻ നിന്നെ കണ്ടതുകൊണ്ട്, അവൻ നിന്നെ തെരഞ്ഞെടുത്തതുകൊണ്ട്, അവന്റെ പക്ഷത്ത് നിന്നെ ചേർക്കുവാൻ അവന് കരുണ തോന്നിയതുകൊണ്ട് നിന്റെ പാനപാത്രം ഇതാ നിറഞ്ഞു കവിഞ്ഞ് ഒഴുകാൻ പോവുകയാണ്. നീ വിശ്വസിക്കുക, നീ ദൈവത്തിൽ ആശ്രയിക്കുക, ദൈവവചനത്തിൽ ഉറച്ചു നിൽക്കുക. നാളത്തേത് നിന്റെ അനുഗ്രഹത്തിന്റെ ദിവസങ്ങളാണ്. ഒരു നിമിഷം മറന്നുപോകരുത്. 3 അനുഗ്രഹങ്ങൾ. ശത്രു കാണെ നിന്റെ മേശ ഒരുക്കുന്ന ദൈവം,
നിന്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്ന ദൈവം, നിന്റെ പാനപാത്രം നിറഞ്ഞ് കവിയുമാറ് നിന്നെ അനുഗ്രഹിക്കുന്ന ദൈവം നിന്റെ സമീപത്തുണ്ട്. നീ വിശ്വസിക്കുക. ഒരു നിമിഷം നമുക്ക് ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, എന്നെ ശ്രവിക്കുന്ന എൻ്റെ കരത്തിൽ നീ തന്നിരിക്കുന്ന ഈ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ. ലോകത്തിൻ്റെ ദേശത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് അവർ ഇത് കേൾക്കുമ്പോൾ കർത്താവേ, വിശ്വാസത്തോടെ ഏറ്റെടുക്കുവാൻ, അങ്ങിൽ പ്രത്യാശയുള്ളവരായിരിക്കുവാൻ, അങ്ങിൽ ആശ്രയിക്കുന്നവരായിരിക്കുവാൻ, അങ്ങെ വിശ്വസിക്കുന്നവരായിരിക്കുവാൻ ഒരു കൃപ അവിടുന്ന് ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ കർത്താവെ, ശത്രു അവരെ പരാജയപ്പെടുത്തിയെങ്കിൽ, അവരുടെ ജീവിതം ഒരു പരാജയമായി മാറിയെങ്കിൽ, തുടർന്നങ്ങോട്ട് കർത്താവെ ശത്രു കാണുകെ നീ അവരെ അനുഗ്രഹിക്കുന്ന നാളുകൾക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുകയാണ്. നിന്റെ അഭിഷേകം അവരുടെ തലയിൽ കിടക്കുന്നത് കൊണ്ട് ആ അധികാരത്താൽ, ആ ശക്തിയാൽ ശത്രുവിനെ അവർ കീഴടക്കുന്ന, പരാജയപ്പെടുത്തുന്ന ദിവസങ്ങൾ ആഗതമായിരിക്കാൻ ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുകയാണ്. അവരുടെ ദേശത്ത് ഒരു അനുഗ്രഹമായി മാറട്ടെ, കുടുംബത്ത് ഒരു അനുഗ്രഹമായി മാറട്ടെ, ജോലി മണ്ഡലത്തിൽ അവർ ആയിരിക്കുന്ന സകല സ്ഥാനങ്ങളിലും അവർ ഒരു അനുഗ്രഹമായി മാറട്ടെ കർത്താവേ. നിന്റെ വചനം ദേശങ്ങളിലേക്ക് പടരുവാൻ അവർ ഒരു മുഖാന്തരമായി മാറട്ടെ. അവരുടെ പാനപാത്രം നിറഞ്ഞു കവിയുന്ന ഒരു അനുഭവത്തിലേക്ക് അങ്ങ് അവരെ നടത്തുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ ജനത്തെ ഞാൻ അനുഗ്രഹിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.